ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൂണ റൈസാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു വലിയ തക്കാളി, 3 വലിയ ഉള്ളി, 10 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 6 പച്ചമുളക്, ഒരു ചെറുനാരങ്ങയുടെ പകുതി മതിയാകും. 2 ടിന്ന് ടൂണയാണ് എടുത്തിട്ടുള്ളത്. അത് സൺഫ്ലവർ ഓയിൽ ചേർന്നിട്ടുള്ള ടൂണയാണ്, വാട്ടറിലുള്ളത് എടുക്കരുത്. അടുത്തതായി ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അരി കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ചൂടായി വരുന്ന വെള്ളത്തിലേക്ക് കഴുകി വെച്ച അരിയെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. ചോറ് വെന്ത് വരുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് ഉള്ളിയെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഉള്ളി നൈസായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എരിവില്ലാത്ത പച്ചമുളക് ഒരു 2 എണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. തക്കാളി, ചെറുനാരങ്ങ നീര്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, മല്ലി അരിഞ്ഞത്. റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്തു പോകരുത്. ഒരു ബിരിയാണി റൈസിൻ്റെ പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. വെന്ത് വന്ന റൈസിനെ വാർത്തെടുക്കാം. പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്, ഓയിൽ തന്നെ ഒഴിക്കണം. അതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ചതച്ചത് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളക് കൂട്ടിയെടുക്കാവുന്നതാണ്. ഞാൻ 6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ്. അതിലേക്ക് എരിവില്ലാത്ത മുളക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി വഴറ്റിയെടുക്കാം. വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ടൂണയിൽ ഉപ്പുണ്ട്, ചോറിനും ഉപ്പുണ്ട്. അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് നോക്കി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് 2 ടിന്ന് ടൂണ ഇട്ട് കൊടുക്കാം. 1 ടിന്ന് ടൂണയിലെ ഓയിൽ മൊത്തം ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കുക. ഒത്തിരി അങ്ങോട്ട് കുത്തി ഇളക്കി കളയരുത്, പൊടിഞ്ഞു പോകും. ഉപ്പിൻ്റെ അളവ് നോക്കി ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. മല്ലി, റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. ഒത്തിരി അങ്ങ് വെന്ത് കഴിഞ്ഞാൽ ഒട്ടി പിടിക്കും. ഇതിൻ്റെ മുകളിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. ചെറുനാരങ്ങ നീര്, നന്നായി അടച്ചു വെക്കണം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. 5 മിനിറ്റിന് ശേഷം വെളിയിലെടുക്കാം. വെളിയിലെടുത്തതിന് ശേഷം വിളമ്പാവുന്നതാണ്. ചോറ് വെന്ത ഉടനെ തന്നെ മസാല റെഡിയാക്കണം. ചൂടോടെ വേണം ചോറ് ദമ്മിടാനായിട്ട്. ബിരിയാണിക്ക് പകരമായി ടൂണ റൈസ് ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതുമായ ഒരു റൈസാണ് ടൂണ റൈസ്. ഇതിലേക്ക് വേറൊരു കറിയുടെ ആവശ്യമില്ല. ജോലിക്ക് പോകുന്നവർക്കെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം പറയണം.